ഹലോ ഡിയർ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മിസ്സിസ് പിയേഴ്സിൻ്റെ രൂക്ഷമായ വാക്കുകൾക്ക് മുമ്പിൽ പകച്ചുപോയി കരഞ്ഞ് ഓടുന്ന മകളായ ഡോറിസിനെയാണ്. അങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന മകൾക്ക് മുമ്പിലേക്കാണ് അച്ഛൻ കയറി വരുന്നത്, ജോർജ് അവിടേക്ക് വരുന്നത്. ഇപ്പോൾ ജോർജ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കണു അല്ലേ. ഡോറിസ് പറയാണ് അതിപ്പോൾ മനസ്സിലാവും എന്ന് പറയും. അതുവരെയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. യു വിൽ സീ എന്നാണ് മകൾ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കോളും. അതിൽ അച്ഛനിപ്പോൾ കയറി വന്നിട്ടുള്ളൂ, പുള്ളിക്കാരന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ചോദിക്കുകയാണ് ജോർജ്, ഡിഡ് ഷീ സേ യു വിൽ സീ? മിസ്സിസ് പേഴ്സൺ. യെസ്, മിസ്സിസ് പേഴ്സണോട്, ഭാര്യയോടാണ് ചോദിക്കുന്നത്. അവളിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് കാണാമെന്നല്ലേ? പേഴ്സൺ സമ്മതിക്കുന്നു. യെസ്. ജോർജ്, വാട്ട് ഡിഡ് ഷീ മീൻ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിസ്സിസ് പേഴ്സൺ, ബെറ്റർ ആസ്ക് ഹെയർ. യു ഹാഡ് ബെറ്റർ ആസ്ക് ഹെയർ. അവളോട് തന്നെ ചോദിച്ചു നോക്കൂ. ജോർജ് ലുക്ക് സ്ലോലി അഗെയിൻ അറ്റ് ദ ഡോർ, ദെൻ അറ്റ് മിസ്സിസ് പേഴ്സൺ. അപ്പോൾ അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ മകൾ അങ്ങോട്ട് പോവുകയല്ലേ. വാതിൽ കിടന്ന് അങ്ങനെ പോകുന്ന സമയത്ത് ഡോറിലേക്കൊന്ന് നോക്കി, പിന്നെ മിസ്സിസ് പേഴ്സനെ നോക്കി. ദെൻ ഹി നോട്ടീസസ് ദ കാർഡ്സ് ദാറ്റ് മിസ്സിസ് പേഴ്സൺ ഹാസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. പിന്നെ അദ്ദേഹം കാണുകയാണ് ആ മേശപ്പുറത്ത് കിടക്കുന്ന കാർഡുകൾ. മിസ്സിസ് പേഴ്സൺ നേരത്തെ യൂസ് ചെയ്ത കാർഡുകളാണ് അല്ലേ. ഹിസ് ഐസ് ഓൾമോസ്റ്റ് ബൾജ്. ആ മേശപ്പുറത്ത് ആ കാർഡുകൾ കണ്ട സമയത്ത് പുള്ളിക്കാരൻ്റെ കണ്ണ് തള്ളി. എപ്പോഴാണ് അവൾ ഈ ചീട്ടൊക്കെ കളിക്കാൻ തുടങ്ങിയത്? ചീട്ട് മാത്രമല്ല, ശരിക്കുള്ള സ്റ്റോറിയിൽ അവിടെ കുറച്ച് ബിയർ ഊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ജോർജിൻ്റെ കണ്ണ് തള്ളിയത്. ജോർജ്, കാർഡ് ഗെയിം? മിസ്സിസ് പേഴ്സൺ, യെസ്. ജോർജ്, അറ്റ് ദിസ് ടൈം ഓഫ് ദ ഡേ? ഈ സമയത്തോ? മിസ്സിസ് പേഴ്സൺ, യെസ്. വാട്ട്സ് റോങ് വിത്ത് ഇറ്റ് അറ്റ് ദിസ് ടൈം ഓഫ് ഡേ? ഇപ്പോൾ കളിച്ചാൽ എന്താ കുഴപ്പം അല്ലേ? ഈ സമയത്തിന് എന്താണ് പ്രശ്നം? ജോർജ്, ബിവിൽഡേഡ്, കൺഫ്യൂസ്ഡ്. നത്തിങ്, ഐ സപ്പോസ്. ആനി, ബട്ട് ഐ ഹാവ് നെവർ സീൻ യു ഡു ഇറ്റ് ബിഫോർ. ഞാൻ വിചാരിക്കുന്നു നീ ഇതിനു മുമ്പ് ഇങ്ങനെ കളിച്ച് കണ്ടിട്ടേ ഇല്ലല്ലോ. ഐ ഹാവ് നെവർ സീൻ, ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. യു ഡു ഇറ്റ് ബിഫോർ, നീ ഇങ്ങനെ ചെയ്യുന്നത്. മിസ്സിസ് പേഴ്സൺ, വെൽ യു ആർ സീയിങ് മീ നൗ. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോഴാണ് കാണുന്നത് എന്നാണ്. ഞാൻ ചെയ്തോ ഇല്ലെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഞാനിപ്പോഴാണത് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നത്. ജോർജ്, വിത്ത് ഹെവി ഡിസ്റ്റേസ്റ്റ്. ഹെവി ഡിസ്റ്റേസ്റ്റ് ആണ് വല്ലാത്ത ഒരു അരോചകത്വത്തോടുകൂടി. ദാറ്റ് ഈസ് ഹീ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഷീ വാസ് ഡൂയിങ് ദെൻ. ഒരു ഇഷ്ടക്കുറവുകൊണ്ട് പറയുകയാണല്ലേ. അപ്പോൾ മിസ്സിസ് പേഴ്സൺ അവിടെ നിന്ന് ചെയ്യുന്നതെല്ലാം ജോർജിന് പിടിക്കുന്നില്ല. അങ്ങനെ ഒരു തരം അവജ്ഞയോടുകൂടി പറയുകയാണ്. യെസ്, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാനിതുവരെ കണ്ടിട്ടുമില്ല, എനിക്കത് ഇഷ്ടമല്ല. ഇറ്റ് ഡസൻറ്റ് ലുക്ക് റൈറ്റ്. എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ആം സർപ്രൈസ്ഡ് അറ്റ് യു. നീ ഇതുപോലെയൊന്നും അല്ലായിരുന്നല്ലോ. യു ആർ നോട്ട് ലൈക്ക് ദിസ്. നൗ ഐ ആം സർപ്രൈസ്ഡ് അറ്റ് യുവർ സ്ട്രേഞ്ച് ആക്ഷൻസ്. മിസ്സിസ് പേഴ്സൺ, വെൽ ദാറ്റ് ഓട്ട് ടു ബി എ നൈസ് ചേഞ്ച് ഫോർ യു. അപ്പോൾ മിസ്സിസ് പേഴ്സൺ കളിയാക്കിക്കൊണ്ടെന്നുള്ള രീതിയിൽ പറയുകയാണ്. ദാറ്റ് ഓട്ട് ടു ബി, ദാറ്റ് വിൽ ബി എ നൈസ് ചേഞ്ച് ഫോർ യു. അത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റമായിട്ട് തോന്നണില്ലേ? യു സീ എ ഡിഫറെൻറ്റ് മീ ഹിയർ. ഡോണ്ട് യു ലൈക്ക് ദിസ് ചേഞ്ച്? യു സീ എ ഡിഫറെൻറ്റ് മീ. ഇവിടെ വ്യത്യസ്തമായ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? ജോർജിന് ആകപ്പാടെ ദേഷ്യം വരികയാണ്. വാട്ട് ഡു യു മീൻ? എന്താ ഉദ്ദേശിക്കണത്? വ്യത്യസ്തമായ നീയോ? ഇപ്പം ഞാനിവിടെ ചെറിയ മാറ്റമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന രീതിയിൽ ചോദിക്കുന്ന സമയത്ത് വാട്ട് ഡു യു മീൻ എന്ന് ചോദിക്കുകയാണ് മിസ്സിസ് പേഴ്സൺ. ഇറ്റ് മസ്റ്റ് ബി സം ടൈം സിൻസ് യു ആർ സർപ്രൈസ്ഡ് അറ്റ് മീ ജോർജ്. മിസ്സിസ് പേഴ്സൺ മറുപടി പറയുന്നു, ഇറ്റ് മസ്റ്റ് ബി സം ടൈം, കുറച്ച് കാലമായല്ലോ. സിൻസ് യു ആർ സർപ്രൈസ്ഡ് അറ്റ് മീ. ഇറ്റ് ഈസ് സോ ലോങ് സിൻസ് യു ആർ സർപ്രൈസ്ഡ് ബൈ മീ. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നിട്ട് കുറച്ച് കാലമായല്ലോ. എന്നെ കൊണ്ട് നിങ്ങൾ സർപ്രൈസ് ആയിട്ട് കുറേ കാലമായല്ലോ. ജോർജ്, ഐ ഡോണ്ട് ലൈക്ക് സർപ്രൈസസ്. ഇപ്പോൾ ജോർജ് പറയണം, എനിക്ക് സർപ്രൈസുകളൊന്നും ഇഷ്ടമല്ല. ഐ എം ഓൾ ഫോർ എ സ്റ്റഡി ലൈഫ്. ഐ ലൈക്ക് എ സ്റ്റഡി ലൈഫ്. ഐ ഡോണ്ട് ലൈക്ക് മച്ച് ചേഞ്ചസ് ഇൻ ലൈഫ്. ഒരുപാട് മാറ്റങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല ജീവിതത്തിൽ. യു ഓട്ട് ടു നോ ദാറ്റ് ബൈ ദിസ് ടൈം. നിനക്ക് മനസ്സിലായി കാണുമല്ലോ. യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് മൈ വിഷസ് ആർ. എനിക്ക് സർപ്രൈസ് ഒന്നും ഇതുവരെ ഇഷ്ടമല്ല എന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ഐ ഫോർഗോട്ട് ടു ടെൽ യു ദിസ് മോർണിംഗ്. നിന്നോടൊരു കാര്യം രാവിലെ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഐ ഫോർഗോട്ട് ഇറ്റ്. ഫോർഗെറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ ഫോർഗോട്ട്. ഐ ഫോർഗോട്ട് ടു ടെൽ യു ദിസ് മോർണിംഗ് ഐ വുഡൻറ്റ് വാണ്ട് എനി ടീ. ഇന്ന് എനിക്ക് ചായ വേണ്ട എന്നുള്ള കാര്യം പറയാൻ രാവിലെ വിട്ടുപോയി. കാരണമുണ്ട്, ചായ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. സ്പെഷ്യൽ സ്നൂക്കർ മാച്ച്, അവിടെ ഒരു ബില്ലിയാർഡ്സ് കളിയുണ്ട് രാത്രി ക്ലബ്ബിൽ വെച്ചിട്ട്. അറ്റ് ദ ക്ലബ് ടു നൈറ്റ് ആൻഡ് സപ്പർ ടു. ബില്ലിയാർഡ്സ് കളി മാത്രമല്ല, വൈകുന്നേരം അത്താഴമുണ്ട്. അതുകൊണ്ട് ചായയുടെ ആവശ്യമില്ല.
അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ഭക്ഷണം കിട്ടും ക്ലബ്ബിൽ വെച്ചിട്ട്. കളിക്ക് ശേഷം ഭക്ഷണമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കണ്ട. മിസ്സിസ് പേഴ്സൺ, ദാറ്റ്സ് ഓൾ റൈറ്റ്, ദർ ഈസൻറ്റ് എനി. നന്നായി, ഇവിടെ അല്ലെങ്കിലും ചായ അല്ലേനും. ദർ ഈസ് നോ ടീ. ജോർജ് ഹട്ട്. ഇപ്പോൾ ഇവിടെ ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ജോർജിന് ചെറുതായിട്ടൊന്ന് കൊള്ളുകയാണ്. ദാറ്റ്സ് ഓൾ വെരി വെൽ. ഓ ബട്ട് സപ്പോസ് ഐ ഹാഡ് വാണ്ടഡ് സം. ടീ വേണ്ടാന്ന് പറഞ്ഞു, ശരി, ഇനി ഇത്തിരി ചായ എനിക്ക് ആവശ്യമുണ്ടെങ്കിലോ? വാട്ട് ഈഫ് ഐ വാണ്ടഡ് സം ടീ ഹിയർ? മിസ്സിസ് പേഴ്സൺ, മൈ ഗുഡ്നെസ്, ദൈവമേ, ലിസൺ ടു ഹിം. അവനെ ഒന്ന് കേൾക്കൂ, അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കൂ. Annoyed because I don't get tea for him that he doesn't even want. He is annoyed. He is troubled. അവൻ അലോസരപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു അവനോട് ഐ ഡോണ്ട് ഗെറ്റ് ടീ ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ചായ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അലോസരം ഉണ്ടായിരിക്കുന്നു. ആ ടീ ആണെങ്കിലോ ദാറ്റ് ഹി ഡസൻറ്റ് ഈവൻ വാണ്ട്. മൂപ്പർക്ക് ആവശ്യമില്ല. മൂപ്പർക്ക് വേണ്ട എന്ന് പറഞ്ഞ ചായ, ഞാൻ അല്ലെങ്കിലും ഇവിടെ ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇപ്പോൾ വേണം അല്ലേ? എവർ ട്രൈഡ് ദാറ്റ് അറ്റ് ദ ക്ലബ്. ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യം ക്ലബ്ബിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടോ? അതായത് ഡിഡ് യു എവർ ട്രൈ ദീസ് കൈൻഡ് ഓഫ് യുവർ ബിഹേവിയർ ഇൻ ക്ലബ്? നിങ്ങൾ അതേമാതിരത്തെ സ്വഭാവമല്ലേ ഇത് ക്ലബ്ബിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു കാര്യം വേണ്ടാന്ന് പറയുക, വേണ്ടാത്ത കാര്യം കിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എനിക്കത് ആവശ്യമുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് ചോദിക്കുക അല്ലേ? ഈ പരിപാടി ക്ലബ്ബിൽ നടക്കുമോ? ദേ വുഡ് ലാഫ് അറ്റ് യു ഈവൻ മോർ ദാൻ ദേ ഡു നൗ. അവർ തീർച്ചയായിട്ടും ക്ലബ്ബിലത്തെ ആളുകൾ എന്ത് ചെയ്യും? നിങ്ങളെ കളിയാക്കും. ലാഫ് അറ്റ് യു ഈവൻ മോർ ദാൻ ദേ ഡു നൗ. അവരിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ. അവിടെ ഒരു ചുരയെ കൊടുത്തില്ലേ? അതിൻ്റെ അർത്ഥം ദ പീപ്പിൾ അറ്റ് ക്ലബ് ആർ ലാഫിങ് അറ്റ് ഹിം നൗ. ഇപ്പോൾ ക്ലബ്ബിലത്തെ ആളുകൾ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ധ്വനിയാണ് അതിലുള്ളത്. ജോർജ് ഇൻഡിഗ്നൻ്റ്ലി, ആംഗ്രലി, ലാഫ് അറ്റ് മീ. കളിയാക്ക്. ദേ ഡോണ്ട് ലാഫ് അറ്റ് മീ. അവരെന്നെ കളിയാക്കാറില്ല. മിസ്സിസ് പേഴ്സൺ, ഓഫ് കോഴ്സ് ദേ ഡു. മിസ്സിസ് പേഴ്സൺ പറയാണ്, തീർച്ചയായിട്ടും അവരെ ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്. ദേ കോൾ യു പോംപി ഓംപി പേഴ്സൺ ബിക്കോസ് ദേ തിങ്ക് യു ആർ സോ സ്ലോ ആൻഡ് പോംപസ്. ദേ കോൾ യു പോംപി ഓംപി പേഴ്സൺ. ദാറ്റ് ഈസ് യു ആർ വൺ ഓഫ് ദെയർ സ്റ്റാൻഡിങ് ജോക്സ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്കൊരു കോമാളിയാണ്. പോംപി എന്ന് വെച്ചാൽ പോംപസ് അല്ലേ? ഷോയി ആയിട്ടുള്ള ആൾ, ഷോ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾ. അങ്ങനത്തെ ഒരു ഷോ പേഴ്സണാണ് നിങ്ങൾ അവർക്ക്. ബിക്കോസ് ദേ തിങ്ക് യു ആർ സോ സ്ലോ ആൻഡ് പോംപസ്. അങ്ങനെ പോംപി ഓംപി എന്ന് വിളിക്കാൻ കാരണം നീ അവിടെ സ്ലോ മോഷനിലാണ് എല്ലാ കാര്യവും ചെയ്യുക. സ്ലോ മോഷനിൽ നടക്കും, സ്ലോ മോഷനിൽ കാര്യങ്ങൾ ചെയ്യും. ആൻഡ് ഓൾസോ പോംപസ്, നേരത്തെ കണ്ട ഭാഗമാണല്ലേ? അത്യാവശ്യം ഗർവുള്ള പൊങ്ങച്ചക്കാരനായിട്ടുള്ള നിങ്ങളാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത്. ജോർജ് ഹൊറിഫൈഡ്, ഞെട്ടിക്കൊണ്ട് ജോർജ് പറയാണ്, നെവർ നെവർ. സിറിൽ എൻറ്റേഴ്സ് റൈറ്റ്. ആ സമയത്ത് സിറിൽ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. വിത്ത് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഇൻ വൺ ഹാൻഡ് ആൻഡ് എ തിക്ക് സ്ലൈസ് ഓഫ് കേക്ക് ഇൻ ദ അതർ. ഒരു കയ്യിൽ പാലും മറ്റേ കയ്യിൽ വലിയൊരു കഷ്ണം കേക്കുമായിട്ട് മൂപ്പര് വരികയാണ്. ജോർജ് ഓൾമോസ്റ്റ് ഡേയ്സ്ഡ്. ജോർജ് എങ്ങനെയാണ്? ജോർജ് ഓൾമോസ്റ്റ് ഡേയ്സ്ഡ്. ഡേയ്സ് എന്ന് പറഞ്ഞാൽ സ്തംഭിച്ച് സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. ടേൺ ടു ഹിം അപ്പീലിംഗ്ലി. വളരെ ദയനീയമായിട്ട് അവനെ നോക്കുകയാണ്. ഇപ്പോൾ അമ്മയുടെ സംസാരം കേട്ടിട്ട് ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് പോയിരിക്കുകയാണ് ഇപ്പോൾ ഡോറിസ്. അതുപോലെ തന്നെ മകനായിട്ടുള്ള സിറിലും ഇപ്പോൾ ഏകദേശം ജോർജും ഞെട്ടിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ജോർജ് മകനെ നോക്കിക്കൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ എന്തുവാടേ ഇത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് മകനെ. ജോർജ്, ഹിയർ സിറിൽ. സിറിൽ എവിടെ വാ? യു ഹാവ് ബീൻ വിത്ത് മീ ടു ദ ക്ലബ് വൺസ് ഓർ ട്വൈസ്. നീ എൻ്റെ കൂടെ ക്ലബിലേക്ക് 1-2 തവണ വന്നതല്ലേ? ദേ ഡോണ്ട് ലാഫ് അറ്റ് മീ ആൻഡ് കോൾ മീ പോംപി ഓംപി പേഴ്സൺ ഡു ദേ? അവരെന്നെ പോംപി ഓംപി പേഴ്സൺ എന്ന് വിളിക്കാറില്ല, ഉണ്ടോ? സിറിൽ ഇംപെറാസ്ഡ്. ഇപ്പോൾ സിറിലിനാകെപ്പാടെ ഒരു അവസ്ഥയിലാകെ പോവുകയാണ്, അന്ധാളിച്ച് പോവുകയാണ്. എന്നിട്ട് പറയാൻ വേണ്ടി മടിക്കുന്നു. ഹി ഹെസിറ്റേറ്റ്സ്. പറയണോ വേണ്ടേ? ഇപ്പോൾ ജോർജ് അവൻ പറയുന്നില്ലാണ്ട് ആംഗ്രിലി, ഗോ ഓൺ, ടെൽ മീ, ഡു ദേ? പറയൂ, അവരെന്നെ പോംപി ഓംപി പേഴ്സൺ എന്ന് വിളിക്കാറുണ്ടോ? സിറിൽ ഇംബറാസ്ഡ്, കുറച്ച് വിഷമത്തോടെ പറയുകയാണ്. വെൽ യെസ് ഡാഡ്, ഐ എം അഫ്രൈഡ് ദേ ഡു. യെസ്, പോംപി ഓംപി എന്ന് അവിടുത്തെ ആളുകൾ തങ്ങളെ വിളിക്കാറുണ്ട്. ഐ എം അഫ്രൈഡ് ദേ ഡു. ഐ എം അഫ്രൈഡ് എന്ന് ഉപയോഗിക്കുന്നത് എനിക്ക് പേടിയുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ബഹുമാനത്തോടു കൂടി മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഐ എം അഫ്രൈഡ്. സോ ഐ എം അഫ്രൈഡ് ദേ ഡു. അപ്പോൾ അവർ അങ്ങനെ വിളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് പറയുന്നതിൽ വിഷമമുണ്ട്. ജോർജ് സ്ലോലി ലുക്സ് ഫ്രം വൺ ടു ദ അതർ സ്റ്റാഗേർഡ്. സ്റ്റാഗർ ചെയ്യുക, തട്ടിത്തടയുക, ഉറച്ച ചുവടുകളല്ലാതെ നടക്കുന്നതിനാണ് സ്റ്റാഗർ എന്ന് പറയാം. അപ്പോൾ ജോർജ് ഒരാളെ നോക്കുന്നു, എന്നിട്ട് മറ്റേയാളെ നോക്കുന്നു.
കേട്ടോ. സ്റ്റാഗേഡ്, പതറിക്കൊണ്ട്. ഹി എക്സിറ്റ്സ് ലെഫ്റ്റ് സ്ലോലി, അങ്ങനെ ഇടതുഭാഗത്തു കൂടി പതുക്കെ നടന്നു പോവുകയാണ്. ഓൾമോസ്റ്റ് ആസ് ഇഫ് സംബഡി ഹാഡ് ഹിറ്റ് ഹിം ഓവർ ദ ഹെഡ്, ആരോ ഒരാൾ തലക്കടിച്ചാൽ എന്ന പോലെ അത്രയ്ക്കൊരു പ്രഹരം കിട്ടുകയാണ്. വാക്കുകൊണ്ടാണെന്ന് മാത്രം. ക്ലബിലത്തെ ആൾക്കാരൊക്കെ തന്നെ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരടി. സിറിൽ ആഫ്റ്റർ വാച്ചിങ് ഹിം ഗോ, സിറിൽ അച്ഛൻ അങ്ങനെ പോകുന്നത് നോക്കിക്കൊണ്ട് അമ്മയുടെ നേരെ തിരികുകയാണ്. എങ്ങനെ ഇൻഡിഗ്നൻ്റ്ലി, ദേഷ്യത്തോടു കൂടി തിരികുകയാണ്. സിറിൽ, നൗ യു ഷുഡൻറ്റ് ഹാവ് ടോൾഡ് ഹിം ദാറ്റ് മം, ദാറ്റ്സ് നോട്ട് ഫെയർ, യു ഹാവ് ഹർട്ട് ഹിസ് ഫീലിങ്സ്, മൈൻ ടു. നിങ്ങൾ അദ്ദേഹത്തോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു, സംസാരിക്കരുതായിരുന്നു, അത് ശരിയല്ലായിരുന്നു. യു ഹാവ് ഹർട്ട് ഹിസ് ഫീലിങ്സ്, അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് നിങ്ങൾ ക്ഷതം വരുത്തി, വികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എൻ്റെയും, മൈൻ ടു. മിസ്സിസ് പേഴ്സൺ, സംടൈംസ് ഇറ്റ് ഡസ് പീപ്പിൾ ഗുഡ് ടു ഹാവ് ദെയർ ഫീലിങ്സ് ഹർട്ട്. അപ്പോൾ മിസ്സിസ് പേഴ്സൺ പറയുകയാണ്, സംടൈംസ്, ചിലപ്പോഴൊക്കെ, ഇറ്റ് ഡസ് പീപ്പിൾ ഗുഡ്, ആളുകൾക്ക് നല്ലതാണ്, ടു ഹാവ് ദെയർ ഫീലിങ്സ് ഹർട്ട്, ടു ഗെറ്റ് ഹർട്ട്, അവരുടെ വികാരങ്ങൾക്ക് മുറിവേൽക്കുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണ്. മിസ്സിസ് പേഴ്സൺ പറയാണ്, ദ ട്രൂത്ത് ഓട്ട് നോട്ട് ടു ഹർട്ട് എനിബഡി ഫോർ ലോങ്. സത്യം ഒരിക്കലും ഒരാളെയും അധികകാലം വേദനിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേദനിപ്പിക്കില്ല. ഇഫ് യുവർ ഫാദർ ഡിഡ്ന്റ് ഗോ ടു ദ ക്ലബ് സോ ഓഫൻ പെർഹാപ്സ് ദേ വുഡ് സ്റ്റോപ്പ് ലാഫിങ് അറ്റ് ഹിം. ഇഫ് യുവർ ഫാദർ ഡിഡ്ന്റ് ഗോ ടു ദ ക്ലബ് സോ ഓഫൻ, ചിലപ്പോഴെങ്കിലും നിൻ്റെ ഫാദർ ക്ലബിലേക്ക് പോവാതിരുന്നാൽ, പെർഹാപ്സ് ദേ വുഡ് സ്റ്റോപ്പ് ലാഫിങ് ഹിം, ഒരുപക്ഷെ അവർ കളിയാക്കുന്നത് നിർത്തിയേക്കാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ടില്ലെങ്കിൽ അവർ ക്രമേണ ആ കളിയാക്കൽ നിർത്തിക്കോളും. സിറിൽ ഗ്ലൂമിലി, വളരെ വിഷമത്തോട് പറയാണ്, ഐ ഡൗട്ട് ഇറ്റ്, എനിക്കതിൽ സംശയമുണ്ട്. എന്നുവെച്ചാൽ പോവാതിരുന്നാലും കാര്യമില്ല, അവരവരുടെ കളിയാക്കൽ തുടരും. ദർ ഇസ് എ ഷാർപ്പ് ഹറീഡ് നോക്കിംഗ് ഹേർഡ് ഓഫ് ലെഫ്റ്റ്. ഞാൻ പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ഈ വാതിൽമ മുട്ടണ ഒച്ച കേൾക്കുകയാണ്, നോക്കിംഗ് സൗണ്ട് അല്ലേ, വാതിൽമ ഇങ്ങനെ മുട്ടുന്നതിനാണ് നോക്കിയ എന്ന് പറയും. സിറിൽ, മൈറ്റ് ബി ഫോർ മീ, ഐ വിൽ സീ, നോക്കട്ടെ, ചിലപ്പോൾ എന്നെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കും, മൈറ്റ് ബി ഫോർ മീ. സിറിൽ ഹറീസ് ഔട്ട് ലെഫ്റ്റ്, പുറത്തേക്ക് പോകുന്നു ലെഫ്റ്റ് സൈഡിലൂടെ. ഇൻ എ മൊമെൻറ്റ് ഹി റീ എൻറ്റേഴ്സ്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. ക്ലോസിങ് ദ ഡോർ ബിഹൈൻഡ് ഹിം, അവൻ കയറി വന്നതിൻ്റെ പിറകെ വാതിലും മടക്കുകയാണ്. ഇസ് ദാറ്റ് സില്ലി ഓൾ ബാക്ക് ഫ്രം നെക്സ്റ്റ് ഡോർ, മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. അപ്പോൾ ആരാണ് അവിടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയണത്? ആ സില്ലി ആയിട്ടുള്ള, നിസാരയായിട്ടുള്ള ഓൾഡ് ബാഗ്. ബാഗ് എന്ന് പറഞ്ഞാൽ ബൾജി ഓൾഡ് വുമൺ എന്നൊക്കെയാണ്. അത്യാവശ്യം തടിയുള്ള മനുഷ്യത്തിയല്ലേ അയൽവക്കത്തെ ഫിറ്റ്സ്ജെറാൾഡ്. അപ്പോൾ അവരിങ്ങോട്ട് കയറി വരികയാണ്. യു ഡോണ്ട് വാണ്ട് ഹെർ ഹിയർ ഡു യു? നിങ്ങൾക്ക് മൂപ്പത്തിയെ കാണണ്ടല്ലോ, വേണോ? മിസ്സിസ് പേഴ്സൺ ഷാർപ്ലി, വളരെ രൂക്ഷമായിട്ട് മിസ്സിസ് പേഴ്സൺ പറയുകയാണ്. സെർട്ടൻലി ഐ ഡു, എനിക്ക് തീർച്ചയായിട്ടും അവരെ കാണണം. ആസ്ക് ഹെർ ഇൻ, ആസ്ക് ഹെർ ടു ഗെറ്റ് ഇൻ, ആൻഡ് ഡോണ്ട് കോൾ ഹെർ എ സില്ലി ഓൾഡ് ബാഗ്. പിന്നെ നീ ഇപ്പോൾ വിളിച്ചു ഇനി മേലാക്ക മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിനെ അങ്ങനെ സില്ലി ഓൾഡ് ബാഗ് എന്നൊന്നും വിളിച്ചുകൂടാ. ഷീ ഈസ് വെരി നൈസ് വുമൺ, നിനക്കറിയോ, നല്ലൊരു സ്ത്രീയാണ് അവർ. വിത്ത് എ ലോട്ട് മോർ സെൻസ് ദാൻ യു വിൽ എവർ ഹാവ്. സോ ഹിസ് എ വുമൺ വിത്ത് എ ഗ്രേറ്റർ സെൻസ് ദാൻ യു, നിന്നേക്കാൾ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണത്. സിറിൽ എക്സിറ്റ്സ് ലെഫ്റ്റ്, റീ എൻറ്റേഴ്സ് ലെഫ്റ്റ്. അങ്ങനെ സിറിൽ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. എങ്ങനെ? അഷറിങ് ഇൻ മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. അഷറിങ് ഇൻ മീൻസ് ഡയറക്റ്റിംഗ്, അനുഗമിച്ചുകൊണ്ട് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിനെ കൂട്ടിയും കൊണ്ട് സിറിൽ വരികയാണ്. ഹൂ ഹെസിറ്റേറ്റ്സ് ഇൻ ദ ഡോർ വേ. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ആണെങ്കിലോ അവിടെ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്, കയറണോ വേണ്ടേ? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ശരീരത്തിൻ്റെ ഉള്ളിൽ മിസ്സിസ് പേഴ്സൻ്റെ പേഴ്സണാലിറ്റിയാണുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ ഒരിടങ്ങാറ്. കാരണം ഇപ്പോൾ ഇതുവരെ തൻ്റെ രൂപത്തിൽ ഇവിടെ നിൽക്കുന്ന മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും ഒന്നും അറിയില്ലല്ലോ. കമിൻ മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ആങ്ഷ്യസ്ലി, ആകാംക്ഷയോട് കൂടിയിട്ട്. ഐ ജസ്റ്റ് വണ്ടേർഡ് ഇഫ് എവറിത്തിങ് ഇസ് ഓൾ റൈറ്റ്. ഞാനിങ്ങനെ നോക്കിയിരുന്നേ, എൻ്റെ ഇവിടെ എല്ലാ കാര്യവും ഉഷാറായിട്ടാണ് പോണതെന്ന്, അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സിറിൽ സൽക്ലി ഷോയിങ് ഇൽ ഫേസ്, മുഖം കറുപ്പിച്ചുകൊണ്ട് സിറിൽ പറയാണ്, നോ ഇറ്റ് ഈസൻറ്റ്. ഏയ്, ഇവിടെ ആകെ പ്രശ്നമാണ്, ഇവിടെ എല്ലാവർക്കും ഇറ്റ് ഈസ് നോട്ട് ഓൾ റൈറ്റ് എന്നാണ് പറയുന്നത്, എല്ലാവർക്കും സുഖമൊന്നുമല്ല. മിസ്സിസ് പേഴ്സൺ ഷാർപ്ലി, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്, യു ബി ക്വയറ്റ്. ഇപ്പോൾ രൂക്ഷമായിട്ട് മിസ്സിസ് പേഴ്സൺ മകനെ അവിടെ ഇരുത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും സുഖമാണ്, ഇറ്റ്സ് ഓൾ റൈറ്റ് ഹിയർ, യു ബി ക്വയറ്റ്. നീ മിണ്ടായി, സിറിലിനോട് പറയുന്നു. സിറിൽ ഇൻഡിഗ്നറ്റ്ലി ആൻഡ് ലൗഡ്ലി, ഉറക്കെ പറയുന്നു ദേഷ്യത്തോടു കൂടി, വൈ ഷുഡ് ഐ ബി ക്വയറ്റ്? എന്തിന് ഞാൻ മിണ്ടാതിരിക്കണം? ഇവിടെ ഞാൻ കുറേ അനുഭവിച്ചതല്ലേ, ഞാൻ പിന്നെ എന്തിനാണ് മിണ്ടായിരിക്കണത്? മിസ്സിസ് പേഴ്സൺ ഷൗട്ടിങ്, ഉറക്കെ മിസ്സിസ് പേഴ്സൺ അങ്ങനെ പറയുകയാണ്. ബിക്കോസ് ഐ ആം ടെല്ലിങ് ടു യു, നിന്നോട് ഞാൻ പറയുകയാണ്, അതുകൊണ്ടാണ് നീ മിണ്ടാണ്ടിരിക്കേണ്ടത്, അല്ലേ? ഞാൻ പറയുമ്പോൾ നീ മിണ്ടായിരിക്കണം. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്, ശരിക്കുള്ള അമ്മ. മിസ്സിസ് പേഴ്സണ് സിറിലിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് സഹിക്കുന്നില്ല.
അല്ലേ? ഇപ്പോൾ സിറിൽ ഡിയർ എന്നൊക്കെ വിളിക്കുകയാണ്. ഇപ്പോൾ സിറിലിൻ്റെ കണ്ണിൽ വന്നു കയറിയിരിക്കുന്നത് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡാണ്. സിറിൽ സൾക്കി ആൻഡ് ഗ്ലോവറിങ്. സൾക്കി മീൻസ് ഗ്ലൂമി, ചെറിയ സങ്കടമുണ്ട്. ആൻഡ് ഗ്ലോവറിങ് സ്റ്റെയറിങ് ആംഗ്രിലി, ദേഷ്യത്തോടെ തുറച്ചു നോക്കുകയാണ്. മൈ സിറിൽ പേഴ്സൺ ടു യു പ്ലീസ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. ഞാൻ സിറിൽ പേഴ്സൺ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. പ്ലീസ് ജെറാൾഡ്, കീപ് ക്വയറ്റ്, എന്നോട് നിങ്ങളധികം സംസാരിക്കേണ്ട. സിറിൽ സ്റ്റാക്സ് ഓഫ് ഇൻ ടു ദ കിച്ചൺ. പതുക്കെ സ്റ്റാക്സ് ഓഫ് മീൻസ് വാക്ക്ഡ് ഓഫ്, നടന്നു പോവുകയാണ് കിച്ചണിലേക്ക്. സിറിൽ അവിടുന്ന് പോയി. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് വിസ്പറിങ്, ഓ ഡിയർ വാട്ട്സ് ഹാപ്പനിങ്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? മിസ്സസ് പേഴ്സൺ കാംലി, ശാന്തമായിട്ട് മിസ്സസ് പേഴ്സൺ പറയുന്നു, നത്തിങ് മച്ച്, ജസ്റ്റ് പുട്ടിങ് ദം ഇൻ ദ പ്ലേസസ്, ദാറ്റ്സ് ഓൾ. എല്ലാവരെയും യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരെയും അവരുടെ പൊസിഷനിൽ ഞാൻ എങ്ങനെ സൂക്ഷിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഡൂയിങ് വാട്ട് യു ഓട്ട് ടു ഹാവ് ഡൺ ലോങ് എഗോ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു വുഡ് ഹാവ് ഡൺ സോ ലോങ്. നീ കുറേ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ഈസ് ജോർജ് ഹോം? ജോർജ് ഇവിടെ ഉണ്ടോ? ഷീ സിറ്റ്സ് ബിസൈഡ് മിസ്സസ് പേഴ്സൺ ഓൺ ദ സെറ്റി. സെറ്റിയിൽ മിസ്സസ് പേഴ്സൻ്റെ അരികിലായിട്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. മിസ്സസ് പേഴ്സൺ, യെസ്, ഐ ഹാവ് ബീൻ ടെല്ലിങ് ഹിം വാട്ട് ദേ തിങ്ക് ഓഫ് ഹിം അറ്റ് ദ ക്ലബ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ക്ലബിലുള്ള ആളുകളുടെ അഭിപ്രായം. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, വെൽ, ദേ തിങ്ക് എ ലോട്ട് ഓഫ് ഹിം ഡോണ്ട് ദേ. അപ്പോൾ ശരിക്കുള്ള ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ല, ക്ലബിലത്തെ കാര്യങ്ങളൊന്നും ഭാര്യയ്ക്ക് അറിയില്ല. അതുകൊണ്ട് പറയുകയാണ്, ദേ തിങ്ക് എ ലോട്ട് ഓഫ് ഹിം, ദേ ഹാവ് ഹൈ ഒപ്പീനിയൻ അബൌട്ട് മൈ ഹസ്ബൻഡ്, റൈറ്റ്? അവർക്ക് നല്ല അഭിപ്രായമില്ല അദ്ദേഹത്തെക്കുറിച്ച്. മിസ്സസ് പേഴ്സൺ, നോ ദേ ഡോണ്ട്, ആൻഡ് നൗ ഹി നോസ് ഇറ്റ്. അല്ല, അങ്ങനെയല്ല, അവർക്ക് മോശമായ അഭിപ്രായമുള്ളത്. ആൻഡ് നൗ ഹി നോസ് ഇറ്റ്, അവനിപ്പോൾ അത് അറിയുകയും ചെയ്യാം. അതായത് ജോർജിന് കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് നെർവസ്ലി, ബോളുകാരി ആകെ ടെൻഷനാവുകയാണ്. ഓ ഡിയർ, ഐ വിഷ് യു ഹാഡ് ഇൻറ്റ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. ഫിറ്റ്സ്ജെറാൾഡിനെ, ശരിക്കുള്ള ഫിറ്റ്സ്ജെറാൾഡിനെ വിളിച്ചിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ഫിറ്റ്സ്ജെറാൾഡെ, ഐ വിഷ് യു ഹാഡ് ഇൻറ്റ്, ഐ വിഷ് യു ഷുഡിൻ ഹാവ് ടോൾഡ് ഹിം ദാറ്റ്. അദ്ദേഹത്തോടത് പറയേണ്ടായിരുന്നു. മിസ്സിസ് പേഴ്സൺ, നോൺ സെൻസ്. അപ്പോൾ അത് കേട്ടപ്പോൾ മിസ്സിസ് പേഴ്സൺ ആകെപ്പാടെ ദേഷ്യം വരികയാണ്. ഡൂയിങ് ദം ഓൾ എ വേർഡ് ഓഫ് ഗുഡ്സ് means I am taking care of them, I am making them happier, and they will be eating out of your hands soon. ഇപ്പോൾ മിസ്സിസ് പേഴ്സൺ പറയുന്നത് താനിവിടെ വന്ന പണി ചെയ്യുകയാണ്, അല്ലേ? അവരെ ഹാപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡു ഗുഡ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സം വൺ ഹാപ്പിയർ എന്നുള്ള അർത്ഥത്തിലാണ്. ഡൂയിങ് ദം ഓൾ എ വേർഡ് ഓഫ് ഗുഡ്സ്, ആൻഡ് ദേ വിൽ ബി ഈറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ് സൂൺ. ഈറ്റിംഗ് ഔട്ട് ഓഫ് വൺസ് ഹാൻഡ്, ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് സംബഡി ഈറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്, ദേ വിൽ ഡു വാട്ട് എവർ യു വാണ്ട്സ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് they will be eating out of your hand എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പം കാണാൻ പറ്റും. എന്ത്? they will act in accordance with your wish. അവർ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. അതാണ് ഈറ്റിംഗ് ഔട്ട് ഓഫ് വൺസ് ഹാൻഡ് എന്നാണ്, അല്ലേ? നിങ്ങളൊരു കാര്യം പറയുന്നു, അത് അതേപടി അനുസരിക്കുന്നു. ഒരു ശൈലിയാണ്, ഒരു ഇഡിയമാണത്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്, ഐ ഡോണ്ട് തിങ്ക് ഐ വാണ്ട് ദം ഈറ്റിംഗ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്. ഞാൻ വിചാരിക്കുന്നില്ല ഐ വാണ്ട് ദം ഈറ്റിംഗ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്, അവർ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഞാൻ പറയണതൊക്കെ കേൾക്കൊന്നും വേണ്ട. മിസ്സിസ് പേഴ്സൺ ഇംപേഷ്യൻ്റ്ലി, ഇതൊക്കെ കേട്ട സമയത്ത് ഇത്രയും നേരം അധ്വാനിച്ചത് മിസ്സിസ് പേഴ്സൻ്റെ കുടുംബക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പേഴ്സൺ തന്നെ പറയുന്നുണ്ട്, അല്ലേ? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ രൂപത്തിൽ വന്നിട്ട് പറയുകയാണ്, അവരെയൊന്നും എനിക്ക് അങ്ങനെ നന്നാക്കണ്ട, ഇങ്ങനെ നന്നാക്കണ്ട, ഞാൻ പറഞ്ഞതൊക്കെ അവർ കേൾക്കൊന്നും വേണ്ട. വെൽ, വാട്ട് എവർ യു വാണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തായാലും ദേ വിൽ ബി ഡൂയിങ് ഇറ്റ്, അവരത് ചെയ്യും. ഓൾ ത്രീ ഓഫ് ദം, 3 പേരും. മാർക്ക് മൈ വേർഡ്സ്, എൻ്റെ ഈ വാക്കുകളൊന്ന് കുറിച്ചിട്ടുള്ളൂ, അല്ലേ? നോട്ട് മൈ വേർഡ്സ് മിസ്സിസ് പേഴ്സൺ. ആ സമയത്ത് ജോർജ് എവിടേക്ക് വരികയാണ്. ജോർജ് എൻ്റെ ലെഫ്റ്റ് ഗ്ലംലി, ഗ്ലൂംലി എന്നല്ല ഗ്ലംലി എന്നാണ്, അതായത് ഗ്ലൂംലി എന്നുള്ള അതേ അർത്ഥത്തിൽ തന്നെയാണ്. വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, അപ്സെറ്റ് ആയിട്ട് അവിടേക്ക് വരികയാണ്. ഹീ ഈസ് അൺപ്ലസൻ്റ്ലി സർപ്രൈസ്ഡ്. പുള്ളിക്കാരന് വല്ലാത്തൊരു സർപ്രൈസ് ഉണ്ടായി. എന്ത്? അൺപ്ലസൻറ്റ് സർപ്രൈസാണ്. ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സർപ്രൈസ് അല്ലേ? വെൻ ഹീ സീസ് ദ വിസിറ്റർ. അവിടെ വയ്ക്കുന്ന ഫിറ്റ്സ്ജെറാൾഡിനെ കാണുന്ന സമയത്ത് പുള്ളിക്കാരന് അൺപ്ലസൻറ്റ് സർപ്രൈസ് ഉണ്ടാവുക. നമ്മൾ സാധാരണ പറയുക വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ് എന്നാണ്, പക്ഷേ അവിടെ നേരെ തിരിച്ചാണ്. ഹീ മൂവ്സ് ടു ദ ആം ചെയർ, കസേരയിലേക്ക് പോകണു, എന്നിട്ട് അവിടെ ഇരിക്കണു. ഡൗൺ ഹെവിലി ആൻഡ് ഗ്ലംലി ലൈറ്റ്സ് ഹിസ് പൈപ്പ്, സ്വന്തം പൈപ്പ് വലിക്കാൻ പോവുകയാണ്, അല്ലേ? ദെൻ ഹീ ലുക്സ് ഫ്രം മിസ്സിസ് പേഴ്സൺ ടു മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. അവിടെയുള്ള മിസ്സിസ് പേഴ്സൻ്റെ മുഖത്ത് നിന്ന് ഫിറ്റ്സ്ജെറാൾഡിനെ നോക്കുകയാണ്. ഹു ഈസ് റിഗാർഡിങ് ഹിം ആങ്ഷ്യസ്ലി. അങ്ങനെ ഫിറ്റ്സ്ജെറാൾഡ് ആണെങ്കിൽ എന്താ ചെയ്യണത്? ജോർജിൻ്റെ മൂത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റിഗാർഡിങ് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നോക്കുക എന്നൊക്കെയാണ്. വളരെ ഉത്കണ്ഠയോടുകൂടി ജോർജിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്കുള്ള ഭാര്യയുടെ പേഴ്സണാലിറ്റി ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ശരീരത്തിൽ വന്നിട്ട്. ജോർജ് ജസ്റ്റ് ലുക്ക്ഡ് ഇൻ ഫോർ എ മിനിറ്റ് ഐ സപ്പോസ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. ഇപ്പോൾ അവിടെ കയറി വന്നിട്ടുള്ളൂ അല്ലേ? ഞാൻ വിചാരിക്കണം ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന്. ജസ്റ്റ് ലുക്ക്ഡ് ഇൻ. അപ്പോൾ ജോർജ് ആസ്ക്സ് ഐ ഹോപ്പ് യു ജസ്റ്റ് കെയിം ഇൻ ഫോർ എ മിനിറ്റ് ടു സീ എവറിഥിങ് ഈസ് ഫൈൻ. അപ്പോൾ എല്ലാവർക്കും സുഖമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? കുറച്ച് നേരമായിട്ട് ഇവിടെ അല്ലല്ലോ. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇതുവരെ ഇവിടെ തല്ലുകൂടിയതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ഹൂ ഡസൻ നോ വാട്ട് ഷീ ഈസ് സെയിങ്. ഇപ്പോൾ താനോട് ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ഇല്ലാതെ സംസാരിക്കുകയാണ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. ഹൂ ഡസൻ നോ വാട്ട് ഷീ ഈസ് സെയിങ്. താൻ പറയുന്നത് എന്താണെന്ന് അറിയാതെ അല്ലേ? ഫോർഗെറ്റിംഗ് ദ സെൽഫ് ഐഡൻറ്റിറ്റി ഷീ സീസ്. വെൽ യെസ് ഐ സപ്പോസ് സോ ജോർജ്. ജോർജിൻ്റെ പേര് ഫസ്റ്റ് നെയിം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് സംസാരിക്കുന്നത്. ഭർത്താവിനെ എങ്ങനെയാണോ മിസ്സസ് പേഴ്സൺ വിളിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ രൂപത്തിലും വന്നിട്ട് വിളിക്കുന്നത് മിസ്റ്റർ ജോർജ് എന്ന്. അത് കേട്ട സമയത്ത് ജോർജ് ഞെട്ടുകയാണ്. ജോർജ് എന്നെ ജോർജ് എന്ന് വിളിക്കേ? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് നെർവസ്ലി. ഓ ഐ എം സോറി ഞാൻ അറിയാണ്ട് വിളിച്ചു പോയതാണ്. മിസ്സിസ് പേഴ്സൺ ഇംപേഷ്യൻ്റ്ലി. അപ്പോൾ ഇത് കേട്ടപ്പോൾ മിസ്സിസ് പേഴ്സണ് നമ്മുടെ വേഷം കെട്ടിയിരിക്കണം. മിസ്സിസ് പേഴ്സൺ ആകപ്പാടെ അക്ഷമയായിട്ട് പറയുകയാണ് വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? എന്താ അതിൻ്റെ പ്രശ്നം? യുവർ നെയിം ഈസ് ജോർജ് ഈസ്ന്റ് ഇറ്റ്? നിൻ്റെ പേര് ജോർജ് എന്ന് തന്നെയല്ലേ? പിന്നെന്താ പ്രശ്നം? നെക്സ്റ്റ് ടൈം എ ഫ്രണ്ട് ആൻഡ് നെയ്ബർ കംസ് ടു സീ മീ ജസ്റ്റ് സേ സംതിങ് ആൻഡ് ഡോണ്ട് ജസ്റ്റ് മാർച്ച് ഇൻ ആൻഡ് സിറ്റ് ഡൗൺ വിതൗട്ട് എ വേർഡ്. ഇറ്റ്സ് ബാഡ് മാനേഴ്സ്. അപ്പോൾ മാനേഴ്സ് പഠിപ്പിക്കുകയാണ് അവിടെ മിസ്സിസ് പേഴ്സൺ. അടുത്ത തവണ നെക്സ്റ്റ് ടൈം എ ഫ്രണ്ട് ആൻഡ് നെയ്ബർ കംസ് ടു സീ മീ, എന്നെ കാണാൻ അയൽവാസിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് സേ സംതിങ്, അവരോട് എന്തെങ്കിലും സംസാരിക്കുക. ആൻഡ് ഡോണ്ട് ജസ്റ്റ് മാർച്ച് ഇൻ, അല്ലാണ്ട് ഉള്ളിൽ വന്നിട്ടിരിക്കല വേണ്ടത്. ആൻഡ് സിറ്റ് ഡൗൺ വിതൗട്ട് എ വേർഡ്, ഒരു വാക്കും പറയാതെ. ഇറ്റ്സ് ബാഡ് മാനേഴ്സ്. ഇപ്പോൾ വന്നവരോട് സംസാരിക്കാതെ ഉള്ളിൽ കയറുന്ന അത് ബാഡ് മാനേഴ്സാണ്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് നെർവസ്ലി നോ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു മിസ് ഫിറ്റ്സ്ജെറാൾഡ് അവിടെ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുകയാണ്. മിസ്സിസ് പേഴ്സൺ നോ ഇറ്റ് ഈസൻറ്റ് ഓൾ റൈറ്റ്. അല്ല അത് ശരിയല്ല. വി വിൽ ഹാവ് സം ഡീസൻറ്റ് മാനേഴ്സ് ഇൻ ദിസ് ഹൗസ്. നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ വീട്ടിൽ മാനേഴ്സ് ഉണ്ടാവണം. ഓർ ഐ വിൽ നോ ദ റീസൺ വൈ. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ കാര്യം അറിയാം. നിങ്ങളങ്ങനെ ഡീസൻ്റ് ആയിട്ടല്ല പെരുമാറണമെങ്കിൽ ഐ വിൽ നോ ദ റീസൺ വൈ. ഗ്ലെയറിങ് അറ്റ് ജോർജ്. വെൽ ശരിയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ്സിസ് പേഴ്സൺ ജോർജിനെ നോക്കുകയാണ്. ജോർജ് ത്രെറ്റൻഡ്. വെൽ വാട്ട്? എന്ത് ശരിയല്ലേന്ന്? ഇപ്പോൾ ത്രെറ്റൻഡ് ആയിട്ടാണ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്, എനിക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിലാണ് മിസ്സിസ് പേഴ്സൺ സംസാരിക്കുന്നത്. അപ്പോൾ എന്താ അറിയാമെന്ന് ചോദിക്കുകയാണ് ജോർജ്. മിസ്സിസ് പേഴ്സൺ മോക്കിംഗ് ഹിം. മിസ്സിസ് പേഴ്സൺ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. വൈ ഡോണ്ട് യു ഗോ ടു യുവർ ക്ലബ്? നിങ്ങൾ എന്താ ഇപ്പോൾ ക്ലബ്ബിൽ പോകണമെന്നല്ലേ പറഞ്ഞാൽ എന്താ പോകാത്തത്? സ്പെഷ്യൽ നൈറ്റ് ടു നൈറ്റ്. ഇന്നത്തെ സ്പെഷ്യൽ നൈറ്റ് അല്ലേ? ഇസ്ന്റ് ഇറ്റ്? ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. വാണ്ടിങ് ടു ഹാവ് എ ഗുഡ് ലാഫ്. ചിരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളെ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ കളിയാക്കി ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ജോർജ് ബിറ്റർലി. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിലാകപ്പാടെ ഇരുട്ട് കയറുകയാണ് അല്ലേ? ബിറ്റർലി, വളരെ വിഷമത്തോട് പറയുന്നു. മനസ്സിൽ കയ്പുണ്ടാവുന്നത് കയ്പയ്ക്ക് കടിച്ച മാതിരി ജോർജ് പറയുകയാണ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. മേക്ക് മീ ലുക്ക് സിലി ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ നൗ. അപ്പം അങ്ങനെയാണല്ലേ? ദാറ്റ്സ് റൈറ്റ്. മേക്ക് മീ ലുക്ക് സിലി. നീ എന്നെ കൊച്ചാക്കുകയാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ നൗ. ഇപ്പോൾ വന്നിരിക്കുന്ന ആ സ്ത്രീയുടെ മുന്നിൽ നീ എന്നെ കൊച്ചാക്കുകയാണല്ലേ? പുവർ ഡോറിസ് ഹാസ് ബീൻ ക്രൈങ് ഹെർ ഐസ് ഔട്ട്. എൻ്റെ മകളില്ലേ ഡോറിസ്, അവൾ കരഞ്ഞ് ഇങ്ങനെ കണ്ണ് പുറത്തേക്ക് വന്നിരുന്നു. അത്രയും കരഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതിനുള്ളൊരു എക്സ്പ്രഷനാണ് ക്രൈങ് ഹെർ ഐസ് ഔട്ട്. ഭയങ്കരമായിട്ട് കരയുക. ഗെറ്റിംഗ് ദ നെയ്ബർ ഇൻ ടു സീ ദ ഫൺ. അപ്പോൾ അങ്ങനെ അയൽവാസിയെ വിളിച്ചിരിക്കുകയാണല്ലേ? എന്തിന്? ഈ തമാശയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മക്കളെയും കരയിച്ച് ഭർത്താവിനെയും ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് കാണാൻ നിനക്ക് നല്ല രസമുണ്ടല്ലേ? സഡൻലി ലൂസിങ് ഹിസ് ടെമ്പർ. ആകെപ്പാട് ദേഷ്യം വരികയാണ്. ഗ്ലയറിങ് അറ്റ് മിസ്സിസ് പേഴ്സൺ. മിസ്സിസ് പേഴ്സണെ തുറച്ചു നോക്കുന്നു. ആൻഡ് ഷൗട്ടിങ്, ഒച്ചയിടുന്നു. ഓൾ റൈറ്റ്, ലെറ്റ് ഹെർ ഹിയർ ഇറ്റ്. അവളും കേൾക്കട്ടെ. വാട്ട്സ് ദ മാറ്റർ വിത്ത് യു? എന്താ എൻ്റെ പ്രശ്നം? ഹാവ് യു ഗോൺ മാഡ് ഓർ വാട്ട്? നിനക്ക് പ്രാന്തായോ? എന്താ പ്രശ്നം? മിസ്സിസ് പേഴ്സൺ ജമ്പിങ് അപ്പ് ആംഗ്രിലി. ഇത് കേട്ട സമയത്ത് മിസ്സിസ് പേഴ്സൺ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എന്താ ഉണ്ടാവുക? ഇതിൽ നടക്കുമോ? ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.